വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു കാച്ചെണ്ണയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഈ കാച്ചെണ്ണ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചിലകളും കാര്യങ്ങളും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് തുളസി ഇലയാണ്, അതേപോലെ കയ്യോന്നി, പിന്നെ തുമ്പയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തി വേണം നമ്മൾ കാച്ചെണ്ണ തയ്യാറാക്കാൻ. പിന്നെ കുറച്ച് നെല്ലിക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഓരോന്നിനും ഓരോരോ ഗുണങ്ങളുള്ളതാണ്. നീലയമരിയുടെ ഇലയുണ്ടെങ്കിൽ നമ്മളതെടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പൗഡർ ഉപയോഗിക്കുക. നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനൊക്കെ നല്ലതാണ്, മുടി വളർച്ചയ്ക്ക് നല്ലതാണ്. ഉലുവ ഞാൻ തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് കൂത്ത് വെച്ചിരിക്കുന്നതാണ്. അതേപോലെ കരിഞ്ജീരകം, കറ്റാർവാഴ, കൊച്ചുള്ളി, കറിവേപ്പില നാടൻ കറിവേപ്പില തന്നെ എടുക്കാൻ നോക്കണം. 1 കിലോ വെളിച്ചെണ്ണ എന്നിവ വെച്ചാണ് നമ്മൾ ഇന്ന് നമ്മുടെ കാച്ചെണ്ണ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നല്ലതാണ്. നമ്മൾ തുളസിയില ആയാലും കയ്യോന്നി ആയാലും മുടി വളർച്ചയ്ക്കും മുടിക്ക് ഗ്ലേസിങ് ഉണ്ടാകാനും എന്തിനും നല്ലതാണ്. എൻ്റെ കൊച്ചിലെ മുതലേ ഞാൻ ഇതാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഇവിടെ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. നമുക്കിത് മിക്സിയിൽ തന്നെ അരച്ചെടുക്കാം. അതിന് വേണ്ടി ഇനി ഇപ്പോൾ അരകല്ലി വെച്ച് ഇടിച്ച് പിഴിഞ്ഞതിൻ്റെ ചാറൊന്നും എടുക്കണ്ട. മിക്സിയുടെ ജാറിൽ വെച്ച് തന്നെ നമുക്കിത് അരച്ചെടുക്കാവുന്നതാണ്. ഇങ്ങനെ തന്നെ നമ്മൾ അതിലേക്ക് എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒഴിക്കുകയും ചെയ്യുവേ. അതിൻ്റെ പാകങ്ങളൊക്കെ കാണാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടാലേ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവത്തുള്ളേ. നമ്മുടെ ഉരുളി ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. 1 കിലോ വെളിച്ചെണ്ണ തന്നെ എടുക്കണം. നമ്മുടെ മില്ലിലൊക്കെ ആട്ടിയ വെളിച്ചെണ്ണ കിട്ടുവേ, അത് തന്നെ മേടിക്കാൻ നോക്കണം. ഇതൊരു നല്ല റെസിപ്പിയാണ്. നിങ്ങളുടെ മുടി പൊഴിച്ചിലും താരനും പിന്നെ അതേപോലെ മുടി നല്ല തിക്കായിട്ട് വളരാനും എല്ലാത്തിനും നല്ലതാണ്. ഇതിനകത്ത് ഞാൻ ചേർത്തിരിക്കുന്ന ഓരോരോ സാധനങ്ങളും ഓരോരോ ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ നിങ്ങളിതെല്ലാം നിങ്ങളുടെ വീട്ടിൻ്റെ പരിസരത്തൊക്കെ കാണും. അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എണ്ണ കാച്ചണം. നല്ല തിളച്ച് കിടക്കുന്ന എണ്ണയ്ക്കകത്തോട്ട് നമ്മൾ നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ തയ്യാറാക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ കുറച്ച് ഒരു സ്പൂൺ എടുത്ത് വെച്ച് ഒഴിച്ച് കൊടുക്കണം. അത് മൊത്തം കൂടെ കമത്തരുത്, ദേഹത്തെല്ലാം എണ്ണ തെറിക്കും. അപ്പോൾ നമ്മൾ കുറേയൊക്കെ ഒഴിച്ചിട്ട് ബാക്കി അങ്ങ് അതിലേക്ക് തട്ടി ഒഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ഞാൻ ഇതിലേക്ക് എല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ഇതൊന്ന് എന്താ പറയുന്നത്, നമ്മുടെ ഈ കൂട്ടുകളെല്ലാം ഈ എണ്ണയ്ക്കകത്തൊന്ന് ചേർന്ന് വരണം. അപ്പോൾ ഇതെല്ലാം ഈ എണ്ണയ്ക്കകത്തോട്ട് ചേർന്ന് കഴിയുമ്പോഴത്തേന് അതിൻ്റെ വേസ്റ്റുകളെല്ലാം മാറി വന്നോളുവേ. അപ്പോൾ ഇത് കാച്ചാൻ അറിയാവുന്നവർ മാത്രം ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ എണ്ണ വെറുതെ വേസ്റ്റായി പോകരുത് കേട്ടോ. അതേപോലെ നീലയമരി ഉള്ളവർ, നമ്മുടെ വീട്ടിൽ നീലയമരി ഉണ്ടെങ്കിൽ അതിൻ്റെ ഇല ഇതിൻ്റെ കൂട്ടത്തിൽ അരച്ച് ഇതിലേക്ക് ചേർത്താൽ മതി. അല്ലെങ്കിൽ അത് ഈ കിട്ടാനില്ലെങ്കിൽ നിങ്ങളതിൻ്റെ പൗഡർ നമുക്ക് ഇപ്പം പിന്നെ അങ്ങാടിക്കടയിലും ഒക്കെ കിട്ടും, അത് മേടിക്കാനേ. ചെറിയ പാക്കറ്റിന് 50 രൂപയൊക്കെ ഉള്ളൂ. നല്ലൊരു കാച്ചെണ്ണയുടെ റെസിപ്പിയാണ്. എൻ്റെ കൊച്ചിലെ മുതലേ ഞാൻ ഇത് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്ക് തൈറോയിഡ് ഉണ്ട്. ആ സമയത്തൊക്കെ ഭയങ്കര മുടി കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇങ്ങനെ ഞാൻ കാച്ചെണ്ണ തേക്കുന്നതുകൊണ്ട് എനിക്ക് അത്ര വലിയ പ്രോബ്ലം ഇപ്പോൾ ഇല്ല. അപ്പോൾ നമ്മുടെ എണ്ണ ഒരുമാതിരിയൊക്കെ ഒന്ന് ആയി വരുന്നുണ്ട് കേട്ടോ. ഒരുമാതിരി നല്ലപോലെ ആ സത്തുകളെല്ലാം വെന്തിറങ്ങുന്നുണ്ട് നമ്മുടെ എണ്ണയ്ക്കകത്തോട്ട്. അപ്പോൾ എല്ലാം ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ദാ നമ്മുടെ ആകാറായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നീലയമരിയുടെ പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ആ പാക്കറ്റ് മുഴുവനും ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് തന്നെ വേണം കരിഞ്ജീരകം ചേർക്കാൻ. നിങ്ങൾ ആദ്യമായിട്ട് തയ്യാറാക്കുന്നവരാണെങ്കിൽ ഇറക്കാറാകുമ്പോഴത്തേന് പൊടി ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഇറക്കാറായിട്ടുണ്ട്. ഈ പൊടി ഒന്ന് ഇതിൽ കിടന്നൊന്ന് എണ്ണയൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. അപ്പോൾ ലാസ്റ്റ് സമയം മാത്രമേ നമ്മൾ ഈ പൊടിയും അതേപോലെ കരിഞ്ജീരകവും ചേർത്ത് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇത് രണ്ടും കരിഞ്ഞു. അപ്പോൾ ഈ തലയിൽ താരനുള്ളവരൊക്കെ ആണെങ്കിൽ ഉലുവ മസ്റ്റായിട്ടും എണ്ണ കാച്ചുന്നതിൻ്റെ കൂടെ അരച്ച് ചേർക്കുക. തലയിലെ താരനൊക്കെ മാറാൻ നല്ലതാണ് ഉലുവ. അതേപോലെ തന്നെ ഞാൻ ഇതിനു മുമ്പ് ഒരു കാച്ചെണ്ണയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ ആവണക്കെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലെനിക്ക് ആവണക്കെണ്ണ ഞാൻ മേടിക്കാൻ വിട്ടുപോയി. നിങ്ങൾ ആവണക്കെണ്ണയും കൂടെ ചേർക്കുക. അപ്പോൾ നമ്മുടെ ഓയിലിൻ്റെ കൂടെ തന്നെ ആവണക്കെണ്ണയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് നമുക്ക് കാച്ചാവുന്നതാണ്.
അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ അതാണ്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരിക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.